Good morning. Good morning, ma'am. Morning, ma'am. Good morning. Morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning all. ഇന്നാരാണ് prayer? മാം ഞാനാണ്. ആരാണ് ഗ്രീഷ്മ? അല്ല, നുസ്രത്ത്. പറഞ്ഞോ, prayer പറഞ്ഞോട്ടാ. Good morning all. God will help us to be a good, avoiding evils and to be morally sound. We should learn to be social being. Thank you, Almighty, for everything. Thank you, Almighty, for everything. Thank you, മോനെ prayer ഒന്നും Almighty, കേൾക്കുന്നില്ല കേട്ടോ പറയണത്. for everything. Thanks all. കേൾക്കണില്ലേ? ഇല്ലടാ, ഒന്നും കേൾക്കണ്ടായിരുന്നു ചില നേരം. ഒന്നും കൂടി പറയോ? പറയാം. Good morning all. Good morning. God will help us to be a good, avoiding evils and to be morally sound. We should learn to be social being. Thank you, Almighty, for everything. Thank you, Almighty, for everything. Thank you, Almighty, for everything. Thanks all. ഓക്കേടാ, താങ്ക് യു. തോട്ട്സ് അല്ലെങ്കിൽ അസൈൻമെന്റ് ആരാ പറയുന്നത്? Sunday, Nana. ഓക്കേടാ, പറഞ്ഞു. Good morning, one and all. Today I am going to sign in Abhina's class with Montessori motivation quotes and its tips. The main reason for choosing this topic is even though our class has started, but the confidence levels for coming forward for presenting specific topic is comparatively low. And the core is the teacher task is not to impose knowledge, but to encourage child's own discovery. These are the words of Maria Montessori. അറിവ് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് കുട്ടികളുടെ സ്വന്തം കണ്ടെത്തലിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അധ്യാപകന്റെ ചുമതല. ആൻഡ് നെക്സ്റ്റ് ഈസ് സം മോണ്ടിസോറി ടിപ്സ് ഫോർ അവർ സെൽഫ് ഡെവലപ്മെന്റ്. ഫസ്റ്റ്, always remember the reason you become a Montessori teacher. Next, celebrate your small wins. Share ideas, resources, and experience with your fellow Montessori faculties. Stay updated on ongoing professional development and practice self-care. And thank you, Abanna Miss, for sparing your valuable time for us. Thank you, Coordinator Suramya, for giving this opportunity. Next, I welcome Fauzi for the thought of the day. ഓക്കെ, താങ്ക് യു. തോട്ട് ഓഫ് ദി ഡേ ആരാണ്? ഞാനാണ് മാം. പറഞ്ഞോടാ. Thought of the day presented by Fauzia. APJ Abdul Kalam. A special day. Hello. എടാ, ആദ്യം പറഞ്ഞത് ക്ലിയർ ആയില്ല. ആണോ? ഓക്കെ. ആദ്യം പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല. ആണോ? ഓക്കെ മാം, ഒന്നുകൂടെ പറയാം. റേഞ്ചിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. Thoughts of the day presented by Fauzia. Knowledge will give you the power, but character will give you respect. APJ Abdul Kalam. Today, January 31st, special day. National Backward Day. This day is very popular with school-aged kids, but there is no age limit on who can participate in all of backward fun. Thank you, ma'am. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു Diphtheria, whooping cough. ഓക്കെ, ഡിഫ്തീരിയ അല്ലേ? Symptoms. അശ്വതി ടീച്ചർ ഡിഫ്തീരിയ എടുത്തോ? എടുത്തിട്ടുണ്ടായി. എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ വരെ പറഞ്ഞു. ടെറ്റനസ് പറഞ്ഞില്ലല്ലോ അല്ലെ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തില്ല മാം. No, ma'am. പറഞ്ഞിട്ടില്ല മിസ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ്
ഡിസീസ് ആണ്. ഞാനൊരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. എന്റെ ലൈഫിലല്ല, പക്ഷെ എന്റെ അടുത്തൊരു ചേട്ടൻ ഇതേപോലത്തെ ഒരു പ്രശ്നം ബാധിച്ച് അച്ഛന്റെ കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. ഈ കൊറോണയുടെ ഒക്കെ ടൈമില് ഈ പറഞ്ഞ ചേട്ടന് എന്തായിരുന്നു ഇതായിരുന്നു, പശുവിനെയൊക്കെ വളർത്തുന്നതായിരുന്നു ജോലി. പശുവിനെയൊക്കെ വളർത്താം, പാല് കളക്ട് ചെയ്യുക, അത് കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് കൊടുക്കുക, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ എന്തോ ഒരു ഇവിടെ നമ്മുടെ പശുവിന്റെ തൊഴുത്ത് ക്ലീൻ ചെയ്തപ്പോ അത് കുപ്പിച്ചില് എന്തോ കാലം കയറി. ചെറിയൊരു മുറിവായിരുന്നു. എന്ത് ചെയ്തു, ആ കുപ്പിച്ചില് ഊരിയിട്ട് അത് വെറുതെ ക്ലീൻ ചെയ്ത് കാല് എന്ത് ചെയ്ത് വെച്ചു, കെട്ടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞു ആ കാല് വെച്ച് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ഈ ജോലികളൊക്കെ സ്ഥിരം ഈ ചേട്ടൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ കൊറോണ ഒക്കെ ആയ സമയത്ത് നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ആ ടൈമിലാണ് ആ ചേട്ടൻ ഇങ്ങനെ ചെറിയ മുറിവ് സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ പോയി എന്തായാലും TT എടുത്താനെ. അപ്പൊ കൊറോണ പേടിച്ചിട്ട് ആ ചേട്ടൻ എന്ത് ചെയ്തില്ല, TT എടുക്കാനൊന്നും പോയില്ല. അപ്പൊ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഈ കാലുമ പഴുപ്പായി തുടങ്ങിയപ്പോ ഡോക്ടറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, മെഡിസിൻസും TT ഒക്കെ എടുത്തു എന്ന് തോന്നുന്നു. എന്നാൽ പോലും ഈ പഴുപ്പ് കാലുമേലേക്ക് കയറി നമ്മുടെ വലത്തെ കാല് പാതി മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു. അപ്പോ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞ് നമ്മളെല്ലാവരും കണ്ടു തുടങ്ങിയ സമയത്ത് ചേട്ടൻ പറയാണ് കാല് മുറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം പശുവിനെ കൊണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ പറമ്പിലൊക്കെ വന്ന് പുല്ലൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ പെട്ടെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോളെ, ഒന്നും പറയാണ്ട് ഒരു ചെറിയ കുപ്പിച്ചില് കയറിയതാണ്, ഞാനത് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത് പിന്നെ ഇങ്ങനെ വർഷങ്ങളായി മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ചേട്ടന് പശുവിനൊക്കെ കൊടുത്തു, കാരണം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് പശുവിനെയൊക്കെ കൊടുത്ത് ഇപ്പൊ ലോട്ടറി കച്ചവടമാണ്. വീടിന്റെ റോഡിലായിട്ട് ഒരു ലോട്ടറി കട പോലെ, അധികം നടക്കാനൊന്നും പറ്റുന്നില്ല, ലോട്ടറി കച്ചവടമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പൊ. അപ്പം ഈ ടെറ്റനസ് എന്ന് പറയുന്ന വൈറസ് ശരിക്കും എന്തിലാ ഉള്ളത് കൂടുതലായിട്ട്, നമ്മുടെ ഈ കൗഡങ്, അതേപോലെ തന്നെ ഹോസ്ഡങ് ഒക്കെ, ചാണകം, അതിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നമുക്കറിയാം ഈ കുട്ടികൾ പറമ്പിലൊക്കെ പോയി കളിക്കും, അല്ലെ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ആ ഗ്രൗണ്ടിന്റെ സൈഡിലൊക്കെ ഈ പറഞ്ഞ പോലെ പശുക്കളെ കന്നുകാലിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കാലുമ്പോ മുറിവുണ്ടെങ്കിൽ ഇതേപോലെ ടെറ്റനസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറാനായിട്ടുള്ള ആ ബാക്ടീരിയ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടിയുടെ കാലുമ്പോ എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഇപ്പൊ കാലുമേക്ക് അത്യാവശ്യം വലിയ മുറിവൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാവുമ്പോൾ TTയുടെ വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ ടൈമിലാണ് TTയുടെ വാക്സിൻസ് എടുക്കണേന്ന് അറിയാമോ? മിസ് പറഞ്ഞത് 5 വയസ്സ്, 10 വയസ്സ്. അല്ലാടാ, ജനിച്ച ഉടനെ 1.5 മാസത്തില് TTയുടെ ഫസ്റ്റ് ഡോസ് എടുക്കും, 2.5 മാസത്തില് സെക്കൻഡ് ഡോസ്, 3.5 മാസത്തില് PPT എന്ന് പറഞ്ഞിട്ട് PP എന്ന് പറഞ്ഞിട്ട് ഒരു വാക്സിൻ ആണ്. അതിലും എന്തുണ്ട്, ഈ നമ്മുടെ ടെറ്റനസിന്റെ വാക്സിൻ ഉണ്ട്. പിന്നെ 5 വയസ്സില് 10 വയസ്സില് ഇങ്ങനെയാണ് ടെറ്റനസിന്റെ വാക്സിൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ടെറ്റനസിന്റെ സിംറ്റംസ് പറയാം. നമ്മുടെ ആദ്യം വരുന്നത് മസിൽസ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഈ ജോക്കൊക്കെ നല്ല വേദന, മസിൽസ് ഒക്കെ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ സാധാരണ രീതിയിൽ മസിൽസ് ഒക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ടെറ്റനസ് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് മസിൽസ് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെയിൻഫുൾ മസിൽസ് ആയിരിക്കും, ഭയങ്കര മസിൽസിലൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. പിന്നെ നല്ല ഹെഡ് ഏക്ക് ഉണ്ടാവും, പിന്നെ ഫീവർ, പിന്നെ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇൻ ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാം, ഒരു മുറിവ് സംഭവിച്ചു, കാലുമയോ കൈമയോ മുറിവ് സംഭവിച്ചു, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വാഷ് ചെയ്ത് കെയർ ഫോർ എനി നമ്മുടെ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചു നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. വാഷ് ദ ഹാൻഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. നമ്മൾ എന്ത് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം, സോപ്പും വാട്ടറും യൂസ് ചെയ്ത് നമ്മുടെ ആ മുറിവ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുക. ഇനി സീരിയസ് ആണ്, ഇപ്പം ഇതേപോലത്തെ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നല്ലേ, നമ്മുടെ വീട്ടില് പശുവോ അങ്ങനെ എന്തെങ്കിലും കാലികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യുക, TT എടുക്കാം. ഓക്കെ, ഡോക്ടറെ കാണിക്കുക. എന്ന് വെച്ചാൽ കാലുമേൽ മുറിവ് TT എടുക്കണോ എന്ന് ചോദിക്കുക. അല്ലാതെ TT 6 മാസം മുമ്പ് എടുത്താണ്, നമ്മൾ എന്തായാലും ഡോക്ടേഴ്സിന്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കണം, നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പൊ ടെറ്റനസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എല്ലാവരും നോക്കാം കേട്ടോ.
The germ enter the body through injuries. ഇതിന്റെ ജേംസ് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഇഞ്ചുറീസ് വഴിയാണ്, മുറിവിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം. ഇത് എന്തിനെ ഫസ്റ്റ് ബാധിക്കുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ഓക്കെ, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഇസ് ദ പ്രൈമറി സിംറ്റം ഓഫ് ദിസ് ഡിസീസ്. നമ്മുടെ മസിൽസ് നമുക്ക് ഇൻഡിഫറന്റ് ആയിട്ട് തോന്നും. നമുക്ക് മൂവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മൂവ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമുക്ക് ആ മസിൽസ് മൂവ് ചെയ്യാൻ പറ്റാത്ത, മസിൽസിനൊക്കെ നല്ല വേദന, അങ്ങനത്തെ ഫീലിംഗ് തോന്നും. ദ മസിൽസ് സ്പാം മേക്ക് സ്പിന്നിങ് ഡിഫിക്കൽറ്റി ആൻഡ് ഈവൻ പേഷ്യന്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രീത്ത് ഇൻ അഡ്വാൻസ്ഡ് കണ്ടീഷൻ. നമുക്ക് മസിൽസ് യൂസ് ചെയ്ത് എഴുന്നേക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത പോലെ ആവും. അതേപോലെ അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്ക് വന്നാൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരും, ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആകും. ദിസ് ബാക്ടീരിയ ദാറ്റ് കോസ് ദിസ് ഡിസീസ് ഗ്രോ ഇൻ കൗ ഡങ് ഓർ ഹോസ് ഡങ്. അപ്പൊ എന്താണ്? കൗഡങ്ങിലും ഹോസ് ഡങ്ങിലും ആണ് ഈ അസുഖം പരത്തുന്ന ബാക്ടീരിയാസ് ഉള്ളത്. ഈവൻ സ്മോൾ വൂണ്ട് ഷുഡ് ബി കെയർഡ് ഫോർ പ്രോപ്പർലി. അപ്പൊ നമ്മൾ ചെറിയൊരു മുറിവാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കെയർ ചെയ്യണം. കുട്ടികളോട് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ ഏട്ടാ. അപ്പോ ഈ ബാക്ടീരിയാസ് എന്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്? കൗഡങ്ങിലും ഹോസ്ഡങ്ങിലുമാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെറിയൊരു മുറിവാണെങ്കിൽ പോലും, അച്ഛൻ പറഞ്ഞ ചെറിയൊരു കുപ്പിച്ചില്ലാണ് മോളെ കയറിയത്, പക്ഷെ ഈ കാലം മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ചെറിയ മുറിവാണ്, കുട്ടീനെ കുറച്ച് ദിവസം കളിക്കാൻ വിട്ടില്ല എന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. മുറിവ് ഉണങ്ങിയിട്ട് വിട്ടു നിങ്ങൾ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ക്ലാസ്സിൽ നമ്മളുടെ ശ്രദ്ധയിൽ ഒരു കുട്ടിക്ക് ഇതേപോലെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് വാഷ് ചെയ്ത് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം? കവർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കുട്ടീനെ പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതും എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണെന്ന് നമുക്ക് ആ സമയത്ത് നോക്കാം. പോളിയോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു അസുഖമാണോ? പോളിയോ വാക്സിൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? പോളിയോന്റെ വാക്സിൻ, തുള്ളിമരുന്ന് എല്ലാ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോ ഈ പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അസുഖം. പിന്നെ അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല, കാരണം ഇന്ത്യയിൽ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പോളിയോ എന്ന് പറയുന്നത് കേരളത്തിൽ 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011 ശേഷം പോളിയോ എന്ന് പറയുന്ന രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. 2014 മാർച്ചിലാണ് ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെ? എന്താണ് പറഞ്ഞത്? കേരളത്തിൽ 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011-ന് ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം ആർക്കും റിപ്പോർട്ട് ചെയ്തതായിട്ട് റെക്കോർഡുകളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 2014 മാർച്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ടല്ലോ, പാകിസ്ഥാൻ, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോളിയോ രോഗങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ പറഞ്ഞ അസുഖം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗസാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിൽ എന്ത് കൊടുക്കുന്നത്? പോളിയോ തുള്ളിമരുന്ന് തുടർന്നും നൽകുന്നത്. ഇപ്പോഴും നമുക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാറുണ്ട് അല്ലെ? നമ്മളിപ്പോ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ആ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നതെന്ന് എല്ലാ അംഗനവാടി വഴിയാണെന്ന് തോന്നുന്നു. ഹെൽത്ത് അല്ലെങ്കിൽ അംഗനവാടി വഴി ഒരു കറക്റ്റ് ആയിട്ട് അത് കൊടുക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാല് നമ്മളുടെ ഭാവി തലമുറ, ഈ വരാൻ പോകുന്ന ജനറേഷനിൽ ഒരു കുട്ടിക്ക് പോലും പോളിയോ അസുഖം വരരുത്. കാരണം പോളിയോ അസുഖം വന്ന ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനും നമുക്ക് അത് എന്ത് ചെയ്യും? നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ചിലപ്പോൾ പോളിയോ ബാധിച്ച് ഫുൾ ബോഡി തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു വശമായിരിക്കും. അങ്ങനത്തെ ഡിഫക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും. നമുക്ക് പോളിയോനെതിരെ ഇതുവരെയും എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ടില്ല. പോളിയോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ളത് ആകെ പോളിയോ വരാതിരിക്കാനുള്ള വാക്സിൻസ് മാത്രമാണ്. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു
നമ്മളൊക്കെ അത്യാവശ്യം എനിക്ക് അത്യാവശ്യം എറണാകുളം ആ ഒരു നമ്മളുടെ ഇവിടെയൊക്കെ കുഴപ്പമില്ല, വാക്സിൻസ് ഒക്കെ എടുക്കാനായിട്ട് അധികം മടിയൊന്നും കാണിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാര് വാക്സിൻസ് കുട്ടികളിൽ എടുക്കാറില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളൊപ്പം വർക്ക് ചെയ്തൊരു മിസ്സിനോട് ചോദിച്ചപ്പോൾ മിസ് വാക്സിൻ എടുത്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഒരു വാക്സിൻ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ മിസ്സിന്റെ റിലേഷനില് ഇതിന് മുമ്പ് വാക്സിൻ എടുത്ത ആർക്കോ എന്തോ ഒരു സൈഡ് എഫക്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു ടൈം കഴിഞ്ഞ് മാറിയെന്നാ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് അവരുടെ ഫാമിലിയിൽ ആരും വാക്സിൻസ് എടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇവർക്ക് ഇങ്ങനെ പറ്റി അല്ലെങ്കിൽ ഇവർക്ക് വാക്സിൻ എടുക്കാണ്ട് ഒന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ നമുക്ക് ആകെ ഒരു പ്രതിരോധം ഉള്ളത് എന്ത് മാത്രമാണ്? വാക്സിൻസ് മാത്രമാണ്. അപ്പൊ പ്രോപ്പർ ടൈമിൽ എല്ലാവരും വാക്സിൻസ് എടുക്കാം. നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ, നമ്മൾ ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മള് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ കുട്ടികളും വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനുമാണ്. ഓക്കെ. പോളിയോന് ട്രീറ്റ്മെന്റ് ഇല്ല, വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ വൈകല്യങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിയോതെറാപ്പി ഒക്കെ പോലെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് 2 ടൈപ്പ് പോളിയോ വാക്സിൻസ് അവൈലബിൾ ആണ്. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ ആൻഡ് IPV ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വൈറസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യാണ്. ഇനാക്റ്റീവ് ആണ്, അപ്പൊ അവിടെ ഓൾറെഡി പ്രതിരോധം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വാക്സിൻസ് അല്ലെങ്കിൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആന്റിബോഡീസ് അതിനെതിരെ പ്രവർത്തിച്ചു. ഓക്കെ, പോളിയോനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. മലയാളത്തിൽ ഇതിനെ പിള്ളവാതം എന്ന് പറയൂ കേട്ടോ. മാം, ആടാ, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഫാത്തിമ. എൻ്റെ ഒരു നെയ്ബർ ഇപ്പൊ ഏകദേശം ഒരു 30 years old ആയിട്ടുണ്ടാവും. ആള് ചെറുതുണ്ടാകുമ്പോ നേരെ ഉണ്ടായിരുന്നാ പറയുന്നത്. പോളിയോ വാക്സിൻ എടുത്തതിന് ശേഷം ഇപ്പോ ഒരു കൈയും ഒരു കാലും തളർന്നിട്ടാ ഉള്ളത്. സ്വാധീനക്കുറവ്, അങ്ങനെ അവര് പറയുന്നത്. അവരങ്ങനെ പറയുന്നത്. ഈ പോളിയോ വാക്സിൻ നമ്മൾ എന്ത് വാക്സിൻ എടുക്കുമ്പോഴും സൈഡ് എഫക്ട് ഉണ്ടാവാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. ഈ വാക്സിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കും. ആന്റിബയോട്ടിക്കോ അങ്ങനെ എന്ത് മരുന്നെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വാക്സിൻസ് ഒന്നും എടുക്കാൻ സമ്മതിക്കാറില്ല. കുട്ടിക്ക് പനി, ഫീവർ ഉണ്ടോ എന്ന് നോക്കും. ഫീവർ ഉണ്ടെങ്കിലും നമ്മൾ സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് കൊണ്ട് എന്ത് ചെയ്യാറില്ല, വാക്സിൻസ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർ മറച്ചു വെച്ചുകൊണ്ടോ എങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ വാക്സിൻസ് എടുത്തത്. അങ്ങനെ ഒരു സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ പോളിയോ വൈറസ് പോളിയോന്റെ വാക്സിൻ എടുത്തുകൊണ്ട് ആണ് അത് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ശേഷമാണ് അവര് പറയുന്നത്, അത് എടുത്തോണ്ട് തന്നെയല്ല, അതിന് ശേഷം അങ്ങനെ ആയിന്നാ പറയുന്നത്. അപ്പൊ അത് ചിലപ്പോ ഇങ്ങനെയായിരിക്കും, അവർക്ക് പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉള്ളപ്പോഴായിരിക്കും ഈ വാക്സിൻ എടുത്തിരിക്കുന്നത്. അതിന്റെ സൈഡ് എഫക്ട് ആയിരിക്കും. നമ്മളെല്ലാവരും പോളിയോ വാക്സിനും എടുത്തിട്ടുണ്ട് ഇല്ലേ? നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. മോനെടുത്തിട്ടില്ലേ പോളിയോന്റെ വാക്സിൻ ഒക്കെ? അപ്പൊ അത് മക്കൾക്കും നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് സൈഡ് എഫക്ട് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയുണ്ട്. എനിക്ക് ബാക്കി എല്ലാ വാക്സിൻസും ഇഷ്ടമാണ്, വാക്സിൻസ് ഒക്കെ എടുക്കണമെന്ന് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണേ. പക്ഷെ കൊറോണ വാക്സിൻ അത് ഇത്തിരി പണിയാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളുടെയും വാക്സിൻസ് ഒരുപാട് നാള് ടൈം എടുത്ത് കണ്ടെത്തി ഒരുപാട് ടെസ്റ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ്, ഒരുപാട് വർഷങ്ങളോളം എടുത്തിട്ടാണ് ഈ ഓരോ വാക്സിൻസും കണ്ടെത്തിയത്. പക്ഷെ കൊറോണയ്ക്കുള്ള വാക്സിൻ മാത്രം 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വാക്സിൻ എടുത്തുകൊണ്ട് കുറെ സൈഡ് എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. ഈ പോളിയോന്റെയും ബാക്കിയുള്ള വാക്സിൻസിന്റെ കാര്യത്തിൽ എനിക്കത്ര അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കൊറോണന്റെ വൈറസ് അല്ലെങ്കിൽ വാക്സിൻ, കോവാക്സിൻ, പിന്നെ ഏതൊക്കെയായിരുന്നു? കോവിഷീൽഡ്. കോവിഷീൽഡ് ഒക്കെ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനത് എടുത്തിട്ടില്ല. ഓക്കെ, അതെന്താന്ന് ഒരുപാട് പേർക്ക് സൈഡ് എഫക്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ വാക്സിൻ എടുത്തവർക്ക് പെട്ടെന്ന് ഹാർട്ട് റിലേറ്റ് ചെയ്യുന്ന, കാർഡിയാക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളായിട്ട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൊറോണ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ സാധാരണയായിട്ട് ഒരുപാട് ദൂരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കുണ്ട്, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ദൂരം നടക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, കഥയ്ക്കണു, ശ്വാസം മുട്ട് അതേപോലെയൊക്കെ തോന്നുന്നു. പിന്നെ സ്റ്റെപ്പ് അധികം കയറാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ സൈഡ് എഫക്ട് ആയിരിക്കും എന്നാ വിചാരിക്കുന്നത്. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ.
അപ്പോ ഈ വാക്സിൻ എടുത്തതിന് ശേഷവുമാണ്. ചിലപ്പോ എന്റെ തെറ്റിദ്ധാരണ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ല, വാക്സിൻ എടുത്ത ഒട്ടുമിക്ക പേരും അത് തന്നെയാ പറയുന്നത്. അതെ എനിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട് മിസ്സേ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട് ഈ പ്രശ്നം, മിസ് പറഞ്ഞ പ്രശ്നം. അപ്പൊ എനിക്കും അത് അത്രയും താല്പര്യം ഇല്ലാത്തൊരു വാക്സിൻ ആയിരുന്നു കോവിഡ്. ബാക്കി വാക്സിൻസ് ഒക്കെ അത്യാവശ്യം ഇത് കാരണം പെട്ടെന്നാണ് ഇറക്കിയത്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ബാൻ ചെയ്തു. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഭാവിയിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തെളിയിക്കായിരിക്കും, നമുക്ക് നോക്കാം. പോളിയോ നമുക്ക് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറസ് വരുത്തുന്ന ഒരു അസുഖമാണ്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ വീക്ക്നെസ് ഓഫ് ലിംബ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീവർ ആണ് ആദ്യം വരുന്നത്, പിന്നെ പേശികളിൽ ബലഹീനതയാണ് സംഭവിക്കുന്നത്. സംടൈംസ് പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ഹോൾ ബോഡി പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെർമനന്റ് ഡിഫക്റ്റ് ആണ്. ചില സമയത്ത് ഒരു ഭാഗം, ഒരു കൈ, ഒരു കാല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും തളർന്നു പോകുന്നത്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ഇവിടെ മെഡിസിൻസോ ഒന്നുമില്ല, നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. ഡിഫക്റ്റ് മേ ബി പെർമനന്റ്. ഇവിടെ വരുന്ന ഡിഫക്റ്റ് എങ്ങനെയാണ്? പെർമനന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡോസ് പോളിയോന്റെ ഫസ്റ്റ് ഡോസ് എപ്പോഴാണ് കൊടുക്കണേന്ന് അറിയാവോ? 5 വയസ്സിൽ കൊടുക്കില്ലേ പോളിയോ? ജനിച്ച ഒരു ദിവസത്തിനുള്ളിൽ അല്ലെ? BCG വാക്സിൻ കൊടുക്കുന്ന അന്ന് തന്നെ കൊടുക്കും. BCG വാക്സിന്റെ കാര്യം പറഞ്ഞില്ലേ മിസ്? BCG വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? മഞ്ഞപ്പിത്തം ഒക്കെ അതാണോ? ഏതാണ്? മഞ്ഞപ്പിത്തൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഉള്ളതാണോ? TBയുടെ ട്യൂബർകുലോസിസ്, മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ബി ആണ് വെച്ച്. ട്യൂബർകുലോസിസ്, TBക്കെതിരെ കൊടുക്കുന്ന BCG വാക്സിൻ ഉണ്ട്. നമ്മുടെയൊക്കെ കൈന്റെ ഇവിടെ ഒരു കളറിലെ ഒരു റൗണ്ട് കളറില്ലേ, അതാണ് BCG വാക്സിന്റെ സിംറ്റം. നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ സിംറ്റമാണ് ആ ഒരു റൗണ്ട്. അപ്പൊ ആ BCG വാക്സിൻ കൊടുക്കുന്ന അന്ന് തന്നെ ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസ് കൊടുക്കും. ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസ് കൊടുക്കും. പിന്നെ 6 ആഴ്ച ഉള്ളപ്പോ എന്തിനെടുക്കണ്ടെന്ന് മാം ഒന്നും കൂടെ പറഞ്ഞേ? BCG ട്യൂബർകുലോസിസ്, TBക്കെതിരെ എടുക്കുന്നത്. ഓക്കെ, അത് ആ പോർഷനിലേക്ക് എത്തിയ ടീച്ചർ? ഡിഫ്തീരിയയും വൂപ്പിംഗ് കഫും രണ്ടെണ്ണം എടുത്തു. ഓക്കെ, ഡിഫ്തീരിയയും വൂപ്പിംഗ് കഫും മാത്രം എടുത്തിട്ടുള്ളൂ അല്ലെ? അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്, BCGയുടെ ഒപ്പം തന്നെ നമുക്ക് ആ കുട്ടി ജനിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് വാക്സിൻ കൊടുക്കും? പോളിയോ OPV 0 ഡോസ് കൊടുക്കും. ദെൻ OPV 1 6 വീക്ക് ഉള്ളപ്പോഴാണ് കൊടുക്കുന്നത്, 6 ആഴ്ച ഉള്ളപ്പോ. OPV 2 10 വീക്സ് ഉള്ളപ്പോ. OPV പിന്നെ ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്, അത് 14 വീക്സിൽ കൊടുക്കും. 14 to 2 ഇയേഴ്സിനുള്ളിൽ നമ്മളത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വാക്സിൻസ് എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി, പോളിയോ വൈറസിന് എതിരെയുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? കൂടി വരും. ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതായിട്ട് തെളിയിച്ചിട്ടില്ല. ഇപ്പൊ ആ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, ഈ BCG എടുക്കുമ്പോഴല്ലേ കയ്യിൽ ഇങ്ങനെ ഒരു പാട് വരുന്നത്? അത് പക്ഷെ ഞാൻ പറയട്ടെ, എനിക്കൊന്നും അങ്ങനെ പാടില്ല കേട്ടോ കയ്യില്. ഇനി അങ്ങനെ ആ സമയത്ത് ഇനി അങ്ങനെ വരൂ? ഞങ്ങള് ജനിച്ച സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അറിയില്ല. എല്ലാവർക്കും ഉണ്ടാവും. ചിലവർക്ക് ലൈറ്റ് ആയിരിക്കും, ചിലവർക്ക് അത് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒട്ടും പാടൊന്നുമില്ല, അങ്ങനെ അടയാളമൊന്നുമില്ല, ഒട്ടും അടയാളമില്ല. അമ്മമാരോട് ഒന്ന് ചോദിച്ചു നോക്കിട്ടാടാ. അത് പണ്ടെടുക്കുമ്പോഴുള്ളൂ മിസ്സേ ഇത്ര അടയാളം. ഇപ്പൊ അടയാളങ്ങളില്ല. എന്റെ മക്കളുടെ കൈമലൊന്നും അടയാളമില്ല. പക്ഷെ എന്റെ മോളുടെ കൈമ അടയാളം ഉള്ളത്. എന്റെ മക്കളുടെ കയ്യിൽ അടയാളമുണ്ട്, പക്ഷെ എന്റെ കയ്യിലില്ല, എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലും ഇല്ല. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ അടയാളം വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു ടൈം ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനത്തെ വാക്സിൻ ആയിരിക്കും ആ സമയത്ത് എടുത്തെന്ന് തോന്നുന്നു. തൊലിയുടെ പുറത്താണ് അത് എടുക്കുന്നത്. അപ്പൊ ഒരു തൊലിയുടെ പുറത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൊമ്മള പോലെ വന്ന് അത് പൊട്ടി പോകാനാണ് ചാൻസ്. അങ്ങനെയാണ് ആ വാക്സിൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അടയാളം കോമൺലി വരും. ഇനിയിപ്പോ ചിലപ്പോ വേറെ എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് ആ ഒരു ചിലപ്പോൾ അടയാളം പോയതായിരിക്കാം. സ്കിന്നിന്റെ ഗ്രോ ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു മാർക്ക് പോയതായിരിക്കും. പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് ചോദിച്ചു നോക്ക്, നിങ്ങളെ പാരന്റ്സിനോട് ചോദിച്ചു നോക്ക് എന്തുകൊണ്ട് അടയാളം ഇല്ലാന്ന്. എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ അവര് എടുത്തിട്ടില്ലെങ്കിലോ.
അറിയില്ല. മാർക്ക് ഫെയ്ഡ് പക്ഷെ ആവുന്നുണ്ടാവും. എന്റെതെല്ലാം ഞാൻ ചെറിയ +2 പഠിക്കുന്ന സമയത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തടി വെച്ച് ആ സമയത്ത് എന്റെ എടുത്തത് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഫെയ്ഡ് ആവുന്നതാണ് അങ്ങനെ സാധ്യത. കാരണം നമുക്ക് വണ്ണമൊക്കെ വെക്കുമ്പോൾ സെല്ലൊക്കെ ഗ്രോ ചെയ്യുമല്ലോ, ആ സമയത്ത് ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് കാണാതെ ആവാം, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കും. ഒന്ന് പാരന്റ്സിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു ഓക്കെ. വാക്സിൻ എടുക്കും. അപ്പൊ എല്ലാവരും പറയും വാക്സിൻ എടുത്ത്, BCG വാക്സിൻ എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ പാരന്റ്സിനൊക്കെ അറിയാം. എന്റെ അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും. അമ്മയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അമ്മയുടെ കൈയൊക്കെ നോക്കുമ്പോൾ അമ്മയുടെ കയ്യിലൊക്കെ ഈ BCG വാക്സിൻ എടുത്തതിന്റെ മാർക്ക് ഉണ്ട്. ഓക്കെ, ആ കാലത്ത് മുതലേ ഈ വാക്സിൻ ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു അമ്മയ്ക്ക് എത്ര വയസ്സായി, 55 വയസ്സൊക്കെ ആയി. ഓക്കെ. പക്ഷേ ഞാൻ എന്റെ മോക്ക് വാക്സിൻ എടുത്തത് 2021 കൊറോണയുടെ ഒക്കെ ടൈമില്. പക്ഷെ അവർക്ക് പാടുണ്ട് കേട്ടോ, ഇതേപോലത്തെ ഒരു ഇതുണ്ട്, ഒരു സൈൻ ഉണ്ട്. അപ്പോ അതിലൊന്നും കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ചിലവർക്ക് പാട് വരും, ചിലവർക്ക് പാട് വരില്ല. ജസ്റ്റ് ആ ഒരു പറഞ്ഞാണ് BCG വാക്സിൻ ഇന്നതാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പോളിയോന്റെ കാര്യം പറഞ്ഞു. പോളിയോ എന്ന് പറയുന്ന അസുഖം നമുക്ക് പെർമനന്റ് ആയിട്ടൊരു ഡിഫക്ട്സ് തരും. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമാണ്, നമുക്ക് ഇതിനെതിരെ വാക്സിനേഷൻ സ്വീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി കോമൺ ആയിട്ട് വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് അസുഖമാണ് ഡിസെൻട്രി. എന്താണ് ഡിസെൻട്രി? ഡിസെൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ്? ലൂസ് മോഷൻ. നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ലൂസായിട്ട് നമ്മുടെ മോഷൻ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ലൂസ് മോഷൻ അല്ലേ, നോർമൽ അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ലൂസ് മോഷൻ എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പറ്റാതെ വരും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളം, മലയാളത്തിൽ അതിനെ പറയുന്നത് നിർജ്ജലീകരണം എന്നാണ്, ഡീഹൈഡ്രേഷൻ എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ വെള്ളം നഷ്ടപ്പെടും. ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് എന്ത് ചെയ്യും, ഇല്ലാതെയാകും, ഡീഹൈഡ്രേഷൻ നടക്കും. പെട്ടെന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് എന്തെങ്കിലും പോണില്ല, യൂറിൻ പോകുന്നില്ല എന്നൊരു അവസ്ഥ വരാണെങ്കിൽ ഓക്കെ, കൺഫേം ആണ്, നമുക്ക് ഡീഹൈഡ്രേഷൻ ആണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ സാധാരണയായിട്ട് ഡൈസെൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജാതിക്ക അങ്ങനത്തെ ടിപ്സ് ഒക്കെ ചെയ്യും. അതല്ല ORSന്റെ വെള്ളമൊക്കെ കുടിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ നമുക്കൊന്ന് ലൂസ് മോഷൻ ഭയങ്കര ഒരു 3-4 പ്രാവശ്യം പോയാൽ തന്നെ നമ്മൾ തളർച്ചയിലേക്ക് പോകും, ഭയങ്കരമായിട്ട് തളർന്നു പോകും. അപ്പൊ ഇത്രയും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, അത്ര ആരോഗ്യമില്ലാത്ത കുഞ്ഞു കുട്ടികൾക്കാണ് ഈ അസുഖം വരുന്നതെന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവരെന്താവും, ഡീഹൈഡ്രേറ്റ് ആവും. പെട്ടെന്ന് അവരുടെ ബോഡിയിലെ വാട്ടറിന്റെ അളവ് എന്താണ്, പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ഈ ശരിക്കും പറഞ്ഞാല് ഇത് അത്ര റിസ്കി ആയിട്ടുള്ള അസുഖമല്ല. പക്ഷേ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളം ഒരുപാട് പോയി അങ്ങനെ ഒരു ആപത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടിയുടെ ലൈഫ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവും, ശ്വാസം കിട്ടാത്ത പോലെ ആവും. അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡൈസെൻട്രി ആണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് എടുക്കുക. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് തന്നെയാണ് സാധാരണ ഡോക്ടേഴ്സ് എഴുതുന്നത്. ആന്റിബയോട്ടിക് എടുക്കുക. അതിനൊപ്പം തന്നെ ORSന്റെ വെള്ളം, ORS ഒരു എന്താ പറയുക 200 ml ഗ്ലാസ്സിൽ ഒരു പാക്കറ്റ് ORS പൊട്ടിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് കൊടുക്കുക. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ സ്പൂണിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലറിൽ കൊടുക്കുക. മാക്സിമം നമുക്ക് എന്തോരം വെള്ളം കൊടുക്കാൻ പറ്റുമോ ORSന്റെ വെള്ളം കൊടുക്കാം, കഞ്ഞിവെള്ളം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ കരിക്കും വെള്ളമോ എന്തോരം വേണമെങ്കിൽ കൊടുക്കുക. ഈ കരിക്കും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഡൈസെൻട്രി വരുമ്പോ അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുമ്പോൾ നമ്മൾ കരിക്കും വെള്ളം കുടിക്കുക നല്ലതാന്ന് പറയില്ലേ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് ആരോഗ്യം, നമുക്ക് എനർജി കിട്ടുന്ന ഒരു ഇതാണ്. ORS ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് എനർജി കിട്ടും ഈ കരിക്കും വെള്ളം കുടിക്കുമ്പോൾ. നന്നായിട്ട് കരിക്കും വെള്ളം ഒക്കെ കൊടുക്കാം. കുഞ്ഞു കുട്ടികളാകുമ്പോഴാണ് പ്രശ്നം, നമ്മള് അവര് കുടിക്കില്ല, അവർക്ക് ഛർദ്ദിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നത്. മാക്സിമം നമ്മൾ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും വെള്ളം കുടിപ്പിക്കണം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോളാണ്, ആളിപ്പോ 4 വയസ്സായിട്ടില്ല. എനിക്ക് അവൾക്ക് പനി വന്നാലോ അല്ലെങ്കിൽ മറ്റെന്ത് അസുഖം വന്നാലും എനിക്ക് പേടിയില്ല. കാരണം മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറും എന്നൊരു വിശ്വാസം എനിക്ക് അവർക്ക് കിട്ടും. പനി വന്നാൽ ഒന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്.
കാരണം ആള് ചെറുതായിരുന്ന സമയത്ത്, 1.5 വയസ്സുള്ള സമയത്ത് ഇതേപോലെ വന്നു, ഭയങ്കരമായിട്ട് ഇതേപോലെ വന്നു, ലൂസ് മോഷൻ വന്നു. അവള് പറ്റണില്ല എന്നുവെച്ചാൽ ഈ ലൂസ് മോഷൻ നിൽക്കുമ്പോ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഞാൻ ആരും ഉണ്ടായിരുന്നില്ല വീട്ടില്, ഹസ്ബൻഡും ജോലിക്ക് പോയി. ഹസ്ബൻഡ് അന്ന് എറണാകുളത്താ. അപ്പൊ അവിടെ ജോലിക്ക് പോയിട്ട് ഞാൻ വിളിച്ചു, ഹസ്ബൻഡോട് പറഞ്ഞു നോക്ക് തീരെ വയ്യ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അവളങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്, പെട്ടെന്ന് ക്ഷീണിക്കുന്നു. കാരണം രാവിലെ 1 പ്രാവശ്യം പോയി കുഴപ്പമില്ല, നോർമലാണ്. നമ്മൾ അങ്ങനെ ഇരുന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുത്ത് വീണ്ടും ഇത് പൊക്കോണ്ട് ഇങ്ങനെ ലൂസ് മോഷൻ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഒരു 3 പ്രാവശ്യമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആൾ തളർന്നു പോകുന്നു. എന്നുവെച്ചാൽ ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ പെട്ടെന്ന് തളർന്നു പോകുന്നു. ഞാൻ എന്ത് ചെയ്തു, അധികം നേരം നോക്കിക്കാൻ പറ്റില്ല, വൈകുന്നേരം ആയിട്ട് ഹസ്ബൻഡ് വരണോട്, എന്നിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ വേഗം ഓട്ടോ വിളിച്ച് എന്റെ വീട്ടിലായിരുന്നു, എന്റെ അച്ഛനോടും പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു, ആളിങ്ങനെ ഇതായിട്ട് പോവാണ്, ഭയങ്കര ഇത് ഡോക്ടർക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ തന്നെ ഡോക്ടർ എന്താ ചെയ്തെന്ന് വെച്ചാല് മെഡിസിൻസ് ഒന്നും എഴുതാൻ നിന്നില്ല, അപ്പൊ തന്നെ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. ട്രിപ്പിട്ടോളം പറഞ്ഞ് സിസ്റ്റർ എന്ന ട്രിപ്പ് ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് വീണ്ടും പരിശോധിച്ച് എന്നിട്ടാ മെഡിസിൻ എഴുതി. കാരണം അത്രയും ബോഡിയിൽ നിന്ന് അത്രയും പാർട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോയി. അപ്പൊ നമുക്ക് അത് കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് പെട്ടെന്ന്, എനിക്കാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര 1.5 വയസ്സൊക്കെ ഉള്ളൂ, ആദ്യമായിട്ട് അമ്മ ആവണേണ്. അപ്പൊ എനിക്ക് അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ എന്നാൽ പോലും നമുക്കത് മനസ്സിലാക്കാനോ പെട്ടെന്ന് അതിന് എന്ത് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. നമുക്ക് ഇങ്ങനെ ഡിസെൻട്രി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്, നമുക്ക് മെഡിക്കൽ എയ്ഡ് എടുക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ മെഡിക്കൽ എയ്ഡ് എടുക്കാം. ഇപ്പൊ ഈ ഡിസെൻട്രിയുടെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫീവർ, പെട്ടെന്ന് ഫീവർ 103 എബോ വരാണ്. നമ്മള് മോഷൻ പോകില്ലേ, ആ മോഷൻ പോകുമ്പോൾ അതിനോടൊപ്പം ബ്ലഡ് കാണാണ്. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി, നമ്മൾ എത്ര എന്തോരം വെള്ളം കുടിച്ചാലും വോമിറ്റ് ചെയ്യുന്ന പോലെ. മോൾക്ക് അതാ സംഭവിച്ചത്. കാരണം ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി അത് ഛർദ്ദിച്ചു പോകുന്നു. അപ്പൊ പിന്നെ അതേപോലെ യൂറിൻ പാസ് ചെയ്യാനായി പറ്റുന്നില്ല, വേദന എടുക്കുന്നു, കരച്ചിൽ, അങ്ങനെ. പിന്നെ നമ്മുടെ റെസ്പിറേഷൻ സ്പീഡ് കൂടാണ്, നമ്മള് ശ്വസിക്കുന്നതിന്റെ അളവ് കൂടുന്നു. അതേപോലെ തന്നെ അപ്പൊ പിന്നെ സ്റ്റൊമക് ഏക്ക് ആണ്. ആരെയായിരുന്നു? ഐശ്വര്യ അല്ലെ? എന്റെ മോന് വന്നിട്ടുണ്ട്. ആണല്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ആന്റിബയോട്ടിക് എടുത്തു, അങ്ങനെയാണോ? അല്ല, അവന് നേരത്തെ ജനിച്ചതായിരുന്നു. അപ്പൊ അത് കാരണം അതിന്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ആളില്ലാതായ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടറെ കാണിച്ചിന് അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. എനിക്കും വേറെ മറ്റൊക്കെ പനിയൊക്കെ ആണെങ്കിലും കഫക്കെട്ട് അങ്ങനത്തെ ചെറിയ അസുഖങ്ങളാണെങ്കിൽ അത്ര പേടി ഇല്ല. പക്ഷെ ഇത് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ള ഒരു അസുഖമാണ് ഡിസെൻട്രി എന്ന് പറയുമ്പോൾ. അത് അന്നത്തെ പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇപ്പോഴും ഭയങ്കര പേടിയാണ്. കാരണം അന്ന് ആള് ഭയങ്കരമായിട്ടേ നമ്മള് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നു, കണ്ണൊക്കെ അടഞ്ഞു പോണ. എനിക്ക് ഭയങ്കര പേടിച്ചു പോയി ഞാൻ ആ ഒരു അവസ്ഥ. അപ്പൊ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് അത്രയും കോളറ അല്ലടാ, കോളറയുടെ അടുത്ത് തന്നെയാണ്. കോളറയുടെ ഒരു സിംറ്റം, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കോളറ ഒന്നുമല്ല. അപ്പൊ കോളറയുടെ ഒരു സിംറ്റം ആണ് ഡിസെൻട്രി എന്ന് പറയുന്നത്, വയറിളക്കം എന്ന് പറയുന്നത്. ഇത് മറ്റ് എന്തോ വയറിളക്കായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വിട്ടത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ടൈം എടുത്തു മാറാനായിട്ട്. ഒരു ട്രിപ്പ് ഇട്ട് നമ്മൾ മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആള് കുറച്ച് ഉഷാറായി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരാ ചെയ്തത്. പിന്നെ മെഡിസിൻസ് ആന്റിബയോട്ടിക് ഒക്കെ കണ്ടിന്യൂ ചെയ്തു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കോളറ ഒന്നും അല്ലായിരുന്നു കേട്ടോ. കോളറയുടെ സിംറ്റം ആണ് ഡിസെൻട്രി. ഓക്കെ. എന്റെ അച്ഛമ്മ പ്രസവിച്ച ഒരു കുട്ടി ഇതേപോലെ ലൂസ് മോഷൻ ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അന്നൊന്നും ചികിത്സ അങ്ങനെ കൂടുതലില്ലല്ലോ. അതാ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. വയറിളക്കം വന്ന് അല്ലെങ്കിൽ ഡിസെൻട്രി സംഭവിച്ച് ഇതേപോലെ മരണം സംഭവിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരുപാട് ന്യൂസുകൾ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാല് എന്താണ്, ഡീഹൈഡ്രേഷൻ ആണ്. നമ്മളുടെ ബോഡിയിൽ നിന്ന് വെള്ളത്തിന്റെ അളവ് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോവാണ്. പിന്നെ നമുക്ക് ശ്വസിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വന്ന് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസെൻട്രി എന്താന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ കുട്ടികളിൽ കാണുന്ന ലൂസ് മോഷൻ സിമ്പിൾ ആയിട്ട് വിടരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെഡിക്കൽ എയ്ഡ് എടുക്കണം. നേരത്തെ എത്ര നേരത്തെ എടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന
6 മാസം കഴിഞ്ഞ കുട്ടികൾക്കല്ലേ നമുക്ക് അല്ലാതെയുള്ള വെള്ളം, കഞ്ഞിവെള്ളം, കരിക്കും വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം 6 മാസത്തിന് മുമ്പുള്ള ജനിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനും 6 മാസത്തിനും ഇടയിലുള്ള ഒരു കുട്ടിക്ക് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ബ്രസ്റ്റ് ഫീഡ് മാത്രമല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ബ്രസ്റ്റ് ഫീഡിൽ എന്താണ് അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ എന്ത് ചെയ്യും? അമ്മമാര് ഈ ORSന്റെ വെള്ളം കുടിക്കും, എന്നിട്ട് ഫീഡ് ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് അമ്മമാര് ORSന്റെ വെള്ളം കുടിക്കും എന്നിട്ട് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ വെള്ളം അമ്മമാര് നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ നമുക്ക് അത്യാവശ്യം ചെറുപയറൊക്കെ ഒരുപാട് കഴിക്കണം, എന്നിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആ കുട്ടിക്ക് ഹെൽത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഈ ബ്രസ്റ്റ് മിൽക്കിൽ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഇമ്മ്യൂണിറ്റി പവറും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് ഇതേപോലെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ORSന്റെ വെള്ളം അമ്മമാര് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാൻ ഏതോ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡിസെൻട്രിയുടെ കേസ് പറഞ്ഞപ്പോ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. അമ്മമാര് കുടിച്ചാലും മതി, എന്നിട്ട് ഫീഡ് ചെയ്യണം, നന്നായിട്ട് ഫീഡ് ചെയ്യാം. നമുക്ക് എന്തോരം ഫീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫീഡ് ചെയ്യാന്നാ പറഞ്ഞത്. ഓക്കേടാ. ഈ ഡിസെൻട്രി വരുമ്പോ ഈ ബാർലി വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്നു? ബാർലി വെള്ളം കൊടുക്കാം, നല്ലതല്ലേ? ബാർലി വെള്ളം, കരിക്കൻ വെള്ളം, കഞ്ഞി വെള്ളം. പിന്നെ എന്തൊക്കെയാണ്? ORSന്റെ വെള്ളം മെയിൻ ആയിട്ട് കൊടുക്കാം കേട്ടോ. ORS വെള്ളം ഇപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ ഫില്ലറിൽ കൊടുക്കുക. വലിയ പിള്ളേരെ കുട്ടികളൊക്കെ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മള് നല്ല ഫ്ലേവർ ആയിട്ടുള്ള വെള്ളം, കൂവപ്പൊടി കലക്കി കൊടുക്കും മിസ്സേ. കൂവപ്പൊടി കലക്കി കൊടുക്കാറ് ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ? ഗ്രീഷ്മയുടെ ഡോക്ടർ നന്നായിട്ട് ഫീഡ് ചെയ്യാനാ പറയുള്ളൂ കേട്ടോ. നന്നായിട്ട് എത്ര ഫീഡ് ചെയ്യുമ്പോ കുട്ടിക്ക് നല്ല അതിനുള്ള പ്രതിരോധം കിട്ടും. പിന്നെ മെഡിസിൻസും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ കുറച്ച് ഒരു 3 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 1.5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തെ കുട്ടികൾക്കാണ് പ്രശ്നം. അവർക്ക് ഒട്ടും പറ്റാതെ വരും. ഒട്ടും എന്താ പറയാ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റാത്ത പോലെ ആവും. അപ്പോ നമ്മളത് നോക്കണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ട്രിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവസ്ഥ വരുന്നത്. ഡിസെൻട്രി എന്താന്ന് നോക്കാം. This is the disease in which loose and abnormal motion are passed. നമുക്ക് ലൂസ് ആയിട്ടും അബ്നോർമൽ മോഷൻ ഒരുപാട് പ്രാവശ്യം പോവാണ്. The pain in the stomach is usually attended by loose motion. നമുക്ക് വയറിന് നല്ല വേദന ഉണ്ടാവും. The motion contains pus and blood. പസ്സും അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ബ്ലഡും ഉണ്ടാവും. പഴുപ്പും ബ്ലഡും ഒക്കെ പോലെ പോവും. This patient become very weak due to loss of water from the body. ഈ പേഷ്യൻസ് പെട്ടെന്ന് ഒരുപാട് വീക്ക് ആവും. അപ്പൊ അവരുടെ ബോഡിയിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു പോകും? വെള്ളം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ പറയുന്നതാണ് ഡീഹൈഡ്രേഷൻ. നോട്ട് ചെയ്ത് വെച്ചോ, ഡീഹൈഡ്രേഷൻ എന്നാണ് എന്താണ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി പറയുന്നത്. The patient should get from medical aid. അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് എത്രയും പെട്ടെന്ന് എന്താ കൊടുക്കാൻ പറ്റുന്നത്? മെഡിക്കൽ എയ്ഡ്. എത്രയും പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ വോമിറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഡീഹൈഡ്രേഷൻ. നമുക്ക് ഡിസെൻട്രി ആണ്, അല്ല നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാണെന്ന് അറിയാവോ? നമുക്ക് യൂറിൻ ഒട്ടും പോകുന്നില്ല. നമുക്ക് യൂറിൻ ഒട്ടും പോകാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡിയിൽ എന്തില്ല, വാട്ടറിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറയാം. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു ജൂണൊക്കെ ടൈമില് എല്ലാവർക്കും ഇതേപോലെ ഡിസെൻട്രി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലൂസ് മോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഛർദിയും അതേപോലെ വോമിറ്റിങ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിഞ്ഞ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന്. ഞങ്ങളുടെ ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോ എനിക്കും വന്നു. അപ്പൊ എന്റെ വീട്ടിൽ എല്ലാവർക്കും വന്നപ്പോ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെല്ലാവരും ഏകദേശം നല്ല രീതിയിൽ ട്രീറ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതേപോലെ വന്നത്. അപ്പോ എനിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 4.5 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സ്. ആ സമയത്ത് 1.5 വയസ്സ്. അപ്പോ ഞാൻ മോനെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് തോന്നുന്നുണ്ടായിരുന്നു. അതേപോലെ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ ഉണ്ടായിരുന്നു. പിന്നെയും വോമിറ്റിങ്ങും ലൂസ് മോഷൻ. ഒരു ടൈം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എന്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവുകയാണ്, ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ ബോഡിയിൽ വെള്ളമില്ല. എനിക്ക് വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോകും, പുറത്ത് വരും, വെള്ളം കുടിക്കും,
വീണ്ടും ഛർദ്ദിക്കുകയാണ്, വീണ്ടും ഇതേ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി, പെട്ടെന്ന് വീക്കായി. ഞാൻ പറഞ്ഞു ഇളയ മോനെ ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പറ്റൂല, എന്നെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എനിക്ക് തളർന്നുകൊണ്ടിരിക്കണം. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് അൺകോൺഷ്യസ് അല്ലാത്ത പോലെയൊക്കെ തോന്നുന്നു. കാരണം പെട്ടെന്ന് ബോധം പോകുന്ന പോലെ തോന്നും. മുതിർന്നവർക്കാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അത്യാവശ്യം ആരോഗ്യമുള്ള നല്ല വെയിറ്റ് ഒക്കെ ഉള്ള എനിക്കാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാലോ, ഇത്രയും ആരോഗ്യമുള്ള എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു 1-2 മണിക്കൂറേ ഇതേപോലെ വന്നുള്ളൂ, പക്ഷെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ തീരെ ചെറിയ മക്കൾക്ക് എങ്ങനെയായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കാം. നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാം. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും. പിന്നെ വരുന്നത് ചിലപ്പോൾ പകർച്ചവ്യാധി പോലെ ഇങ്ങനെ എല്ലാവർക്കും മാറി മാറി വരാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ എല്ലാവർക്കും വന്നതിന് ശേഷമാണ് എനിക്കിത് വന്നത്. ഞാൻ മൂത്ത ആളെ ഇങ്ങനത്തെ പ്രശ്നമാണ് വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ വന്നപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റി. കാരണം അവൾക്ക് എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അവൾക്ക് വരുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വേഗം മാറ്റിയിട്ടുണ്ടായിരുന്നു. അവൾ അന്ന് 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഇളയ മോനും പിന്നെ എനിക്കുമാണ് പിന്നെ വന്നത്, ഏറ്റവും അവസാനം വന്നത്. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ ഇങ്ങനെ ഈ അസുഖം ഉണ്ടാവുമോ, ലൂസ് മോഷൻ? ചിലപ്പോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് വന്നത് ജൂണിന്റെ ടൈമിലാണ്. ജൂണില് മഴ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് മഴ വന്ന സമയത്ത് ആയിരുന്നു ഈ ഒരു പ്രശ്നം വന്നത്. ചിലപ്പോ അങ്ങനെ വരാം. ചിലപ്പോ ഈച്ചയുടെ ഈച്ച ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. എനിക്കെന്ന് വെച്ചാൽ എന്റെ ശത്രുവാണ് ഈച്ച. വീട്ടിൽ ഈച്ച വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് ഈച്ചനെയൊക്കെ കൊല്ലാനുള്ള പരിപാടി. ഒരു ടൈമിൽ ഈച്ച ഭയങ്കര കൂടുതലായിരിക്കും. ഏത് ടൈമിലെന്ന് വെച്ചാല് ടൈമിലൊക്കെ ഭയങ്കര ഈച്ചയായിരിക്കും. എനിക്ക് ഇഷ്ടമല്ലാത്ത അത് എവിടെ നിന്ന് തന്നെ അറിഞ്ഞൂടെ. നമ്മള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാലും, നമ്മളിപ്പോ കിച്ചണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാലും എവിടെ നിന്നും അറിഞ്ഞൂടാ അത്രയും ഈച്ച വരും. അപ്പൊ എനിക്കത് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ വോമിറ്റിങ്ങും ലൂസ് മോഷനും എനിക്ക് വന്നിട്ടുള്ള, എന്റെ മോക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ തിരുപ്പതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണ് വന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ലൂസ് മോഷൻ ഒക്കെ സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻസിഡന്റ് വന്നത് ജൂണില്. ഞങ്ങൾ എറണാകുളത്തെ ഒരു ഫ്ലാറ്റില് ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ഇതേപോലെ ഛർദിയും വയറിളക്കൊക്കെ വന്നെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജൂണിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റിൽ 548 പേർക്കും ഇതേ അസുഖമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അത് നമ്മുടെ ടാങ്കില് എന്തൊക്കെ എഴുതാണ്ടൊക്കെ ഉള്ള ഒരു അങ്ങനെ ടാങ്കിൽ കഴുകാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടാ, നമുക്ക് ഈ വരുന്ന വെള്ളം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല അത്ര പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലല്ലോ, പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അതായിരിക്കാം നമുക്ക് ആ സമയത്ത് സപ്ലൈ ചെയ്ത വെള്ളത്തിന്റെ സൈഡ് എഫക്ട് ആയിരിക്കും. കാരണം ഞങ്ങളുടെ ഏരിയയിൽ ഏകദേശം എല്ലാ വീട്ടിലും എല്ലാ ഫാമിലീസിനും വന്നു. അപ്പൊ ഞങ്ങളെ മെമ്പറിനോട് പറഞ്ഞത് ചിലപ്പോൾ വെള്ളത്തിൽ നിന്നായിരിക്കും. അത് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ വെള്ളത്തിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഇതൊരു പകർച്ചവ്യാധി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഉറപ്പൊന്നും പറഞ്ഞില്ല. നമ്മള് എല്ലാവരും ട്രീറ്റ്മെന്റ് എടുക്കുക ചെയ്തത്. നമ്മൾ ഒരു വീട്ടിൽ കഴിഞ്ഞു, നെക്സ്റ്റ് വീട്ടിൽ ചോദിക്കുമ്പോ അവിടെയും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഏകദേശം ഈ ഒരു അസുഖം വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മള് ഇംഗ്ലീഷിൽ വായിച്ചില്ലേ, എന്താണ് മഞ്ഞപ്പിത്തം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് മിസ്സേ. മഞ്ഞപ്പിത്തം സ്ഥിരം വരുന്നുണ്ട്, എല്ലാ കൊല്ലത്തിലും വരുന്ന പോലെ വരും എന്റെ മോൾക്ക്. ആണോ? സീരിയസ് ആവാറൊന്നുമില്ല അല്ലെ? സീരിയസ് എന്ന് പറഞ്ഞാ ഭയങ്കര പനിയായിരിക്കും അവൾക്ക്. കണ്ണൊക്കെ മഞ്ഞയ്ക്കും, തീരെ ക്ഷീണാവും. നമ്മളിവിടെ അഡാട്ടൊരു ഒറ്റ മൂലി വൈദ്യനുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. പിന്നെ ഒരു പ്രാവശ്യം മഞ്ഞപ്പിത്തം, അവള് സ്പോർട്സ് താരാണ്, മൂപ്പര് നാഷണൽ പ്ലെയർ ഒക്കെ ആയിരുന്നു. അപ്പൊ അവിടുന്ന് വെള്ളം കുടിച്ചിട്ടാണ് ഫസ്റ്റ് ആയിട്ട് അവൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് വന്നിട്ട് അങ്ങനെ തന്നെ. പിന്നെ നമ്മള് പ്രൈവറ്റില് നമ്മള് ഡോക്ടറെ കാണിച്ചു. അവിടെ ഒരാഴ്ച അവള് കിടന്നു. അതിനുശേഷം ഇത്തിരി മാറിയതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ആയുർവേദ ചികിത്സ, അത് പാടെ മാറി പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ആയുർവേദ ചികിത്സയാണ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം എല്ലാ കൊല്ലം ഡിസംബർ മാസത്തിലാണ് അവൾക്ക് വന്നിട്ടുള്ളത്. ആ ഡിസംബർ മാസം ആവുമ്പോ മിക്കതും അവളുടെ ശരീരത്തിൽ ആ മഞ്ഞപ്പിത്തം കാണുന്നുണ്ട്, അളവ് കൂടുന്നുണ്ട്.
ഞാൻ എല്ലാ പ്രാവശ്യവും വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. മഞ്ഞപ്പിത്തം വന്നു കണ്ടിട്ടുണ്ട്, അല്ലാതെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞ ശേഷം അതിനുശേഷം അടുപ്പിച്ചിട്ട് 2-3 കൊല്ലം ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഫസ്റ്റത്തെ വരവ് ഭയങ്കര കൂടുതലായിരുന്നു. അതിന് അത്രയ്ക്കല്ലെങ്കിലും കൂടിയിട്ട് ചെറുതായിട്ട് അവൾക്ക് വരും, അതിന്റെ രോഗലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ ചെക്ക് ചെയ്യുമ്പോ അത് കൂടി നിൽക്കും, 2 ഒക്കെ ആയിട്ട് കാണും. ബിൽറൂബിൻ 2 ഒക്കെ ആയിട്ട് കാണും. അപ്പൊ ഡോക്ടറെ കാണിക്കാം. അപ്പൊ നമ്മൾ ഈ അഡാട്ട് പോയിട്ട് ഒറ്റമൂലി ചികിത്സയാണ് ചെയ്യണത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലായിട്ടില്ല, കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഇല്ല, കണ്ടില്ല. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഈ ജോണ്ടൈസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫീവർ ആയിരിക്കും, വോമിറ്റിംഗ് ഉണ്ടാവില്ലേ? ഛർദിയാ, ഭയങ്കര ഛർദിയാ, ഭയങ്കര വോമിറ്റിംഗ് ക്ഷീണം. ഭയങ്കരമായിട്ടുണ്ടാവും. പിന്നെ തിളപ്പിച്ച് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക കുട്ടികൾക്ക്. അതേപോലെ പുറത്തുനിന്ന് സോർബറ്റോ സർബത്തോ ചായയോ ടീയോ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനത്തെ വെള്ളം ഒന്നും കുടിക്കാതിരിക്കാം. നമ്മളിപ്പോ ഈ പറയുന്ന ഐസ്ക്രീം ഒക്കെ കഴിക്കില്ലേ, ഐസ്ക്രീം ഒന്നും ബ്രാൻഡഡ് അല്ലെങ്കിൽ എന്താ പറയാ അത്യാവശ്യം ബ്രാൻഡുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം ഈ നമ്മൾ ഈ പഴയ ഇങ്ങനെ കൊട്ടിക്കൊണ്ടൊക്കെ പോയില്ലേ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് കൂടെയൊക്കെ വിൽക്കാൻ വേണ്ടി സൈക്കിളിനൊക്കെ പോകുന്ന ഐസ്ക്രീം ഇല്ലേ, അപ്പൊ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസമാണോ തോന്നുന്നു ഒരു ന്യൂസ് കണ്ടതാണ്, ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കുട്ടിക്കൊണ്ട് പോകുന്ന അവരുടെ ഒരു പ്ലേസ്, അത് ഉണ്ടാക്കുന്ന ഒരു പ്ലേസ്, അവർ ടോയ്ലറ്റിന്റെ ഉള്ള പൈപ്പിൽ നിന്നാണ് ആ വെള്ളം എടുക്കുന്നത്. അങ്ങനെ കണ്ടപ്പോ തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ അല്ല ഇപ്പൊ, അല്ലെ? നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മള് ഐസ്ക്രീം എന്ന് പറയുന്നത് ഇതേപോലെ സൈക്കിളിനൊക്കെ വരുന്ന ഐസ്ക്രീം ഒക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെ? പക്ഷെ ഇന്നത്തെ ആൾക്കാർ, അന്ന് നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഈ ഒരു ബിസിനസ് ചെയ്തിരുന്നത്. ഇന്ന് പുറത്തുനിന്ന് വരുന്ന ബംഗാളികള് അതേപോലത്തെ ആൾക്കാരൊക്കെയാണ് ചെയ്യുന്നത്. അത്രയും വൃത്തിഹീനമായിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. ഈ പ്രശ്നം വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോണ്ടൈസ് എന്ന് പറയുന്ന അസുഖം ഈസിലി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ എന്താണ് മലമൂത്ര വിസർജനം വഴി സ്പ്രെഡ് ആവും. എന്ന് വെച്ചാൽ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ, അത് വഴി സ്പ്രെഡ് ആവും. ഒരാൾ യൂസ് ചെയ്ത പ്ലേറ്റ് നമ്മളുടെ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാതെ തന്നെ മറ്റൊരാൾ യൂസ് ചെയ്യാണ്, അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ്, നമ്മളൊരാൾ കഴിച്ച ഭക്ഷണം കഴിക്കുന്ന പാത്രവും പ്ലേറ്റ്സും ഒന്നും മറ്റൊരാൾ കഴിക്കാൻ പാടില്ല. ഈ അസുഖമുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ക്വാറന്റൈൻ ഒക്കെ പോലെയില്ലേ, നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് എങ്ങനെയാണോ ക്വാറന്റൈൻ നോക്കിയത്, അതേപോലെ തന്നെ ജോണ്ടൈസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ആദ്യം ഇത് അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ്. ലിവറിന് ഇത് അഫക്ട് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബാക്കി എല്ലാ ഓർഗൻസും ഫങ്ഷൻസ് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. കാരണം മെയിൻ ആയിട്ട് ലിവറാണ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന ഫുഡ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എനർജി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ലിവറിന് അധികം പണി കൊടുക്കാതിരിക്കാൻ നോക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് ലിവറിന് ലോഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക. ലൈറ്റ് ആയിട്ട് ഇപ്പൊ കഞ്ഞിയോ കഞ്ഞിവെള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഹ്യൂമൻ ടു ഹ്യൂമൻ ആണ് ഈ അസുഖം വരുന്നത്. മെയിൻ ആയിട്ട് എക്സ്ക്രീറ്റ ത്രൂ വാട്ടർ അതൊക്കെ രൂപത്തിൽ ഈ അസുഖം എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഞാൻ ഈ ഒരു ഇമേജ് കാണിക്കാം. ഇത്രയും മഞ്ഞ കളറൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഇതേപോലെ ആണ് അതിന്റെ ജോണ്ടൈസ് വന്നിട്ടുള്ള ആൾക്കാരുടെ. ന്യൂ ബോൺ ബേബീസിൽ വരുന്നത് വേറെയാടാ, മഞ്ഞപ്പിത്തം അല്ല. മഞ്ഞപ്പിത്തം എന്ന് പറയാൻ പറ്റില്ല, വരാറുണ്ട് കേട്ടോ, മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. മഞ്ഞപ്പാണ് അത്. നമുക്കൊരു പരിധി വരെയും ചികിത്സിച്ച് മാറ്റാം നോക്കും. ഇതേപോലെ നമ്മുടെ ഐന്റെ കളറിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരും, അതിലൊരു മഞ്ഞ രാശി വരും. അപ്പൊ നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്തായിരിക്കും. ചില കേസില് പിന്നെ മോക്ക് ഹെപ്പറ്റൈറ്റിസ് ഏതായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി ആണോന്നുണ്ട്. എന്നാൽ അവള് BSc MLT ആണ് പഠിച്ചത്. അപ്പൊ അവളിടയ്ക്ക് ലാബ്, അപ്പൊ അവളിടയ്ക്ക് അവൾ തന്നെ ചെക്ക് ചെയ്യും, എന്നിട്ട് അവിടുത്തെ ഡോക്ടറിനെ കാണിക്കും. അപ്പൊ ഇടയ്ക്ക് ഇത് വരുന്നോണ്ട്, എല്ലാ കൊല്ലം വരുന്നോണ്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു പകർച്ചവ്യാധി മഞ്ഞപ്പിത്തല്ല, ഇത് ഓൾറെഡി നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം മഞ്ഞപ്പിത്താണ്. അല്ലാണ്ട് ഇങ്ങനെ സ്ഥിരം ഒരു ഫീവർ വന്നാലും അവൾക്ക് ആ മഞ്ഞപ്പിത്തത്തിന്റെ കൗണ്ട് കാണിക്കും.
അങ്ങനെയാ. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട. മറ്റേത് മഞ്ഞപ്പിത്തം ഫസ്റ്റ് ഒക്കെ ആ 4th ഇയർ അവൾ അവിടെ പഠിച്ച കാരണം മുന്നേ ഉണ്ട് അവൾക്ക്. അപ്പൊ അന്നൊക്കെ ഇതേപോലെ മഞ്ഞപ്പിത്തത്തിന്റെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോ കാണിക്കുമ്പോ സാറ് പറയും പോയിക്കോ, വീട്ടിൽ പോയിക്കോ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. പിന്നെ വീണ്ടും അവൾ ഇതേപോലെ ഡോക്ടറെ വരുമ്പോ ഡോക്ടറെ കാണിക്കുമ്പോ ഡോക്ടർ പറയും നിന്റെ ഓൾറെഡി ഇത് ശരീരത്തിലുള്ളതാണ്, പേടിക്കൊന്നും വേണ്ട. ഉള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇത് വെച്ച് മാറില്ല കേടാ. ഇത് ഫ്ലൂയിഡ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബ്ലഡ് ഇപ്പൊ ആ കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡ് പോവില്ലേ ആ കുട്ടിയുടെ ബോഡിയിൽ മറ്റൊരു ബ്ലഡ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആകുന്നത്. അപ്പൊ ബ്ലഡ് ഒന്ന് ഡൊണേറ്റ് ചെയ്യുമെന്ന് പറയണം കേട്ടോ. ആൾക്കറിയെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഞാനിപ്പോ വീണ്ടും റിപ്പീറ്റ് വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അത് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരിക്കണം. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഫുൾ ആയിട്ട് പൂർണ്ണമായി മാറുമെന്ന് പറയാൻ പറ്റില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ജോണ്ടൈറ്റിസ് ഉണ്ട്. ബാക്കിയുള്ള മഞ്ഞപ്പിത്തം ഏകദേശം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇത് ആളുടെ ബോഡിയിലുള്ളതാണ്. ബോഡി ഫ്ലൂയിഡ് വഴി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. എവിടെയോ പഠിക്കാറുണ്ട് ബോഡി ഫ്ലൂയിഡ് വഴി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണിത്. അതുകൊണ്ട് ബ്ലഡ് ഒക്കെ നമ്മൾ ഡൊണേറ്റ് ഒക്കെ ചെയ്യൂലേ, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയണം കേട്ടോ. അതെ. അതേപോലെ അവളുടെ കോളേജിലെ സാർ തന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് അങ്ങനെ വരുമ്പോ അവര് പിന്നെ വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടൊന്നുമില്ല. അവർക്ക് അത് ആള് BSc MLT പാലക്കാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഹല്യയില്. അപ്പൊ അവിടുത്തെ പിന്നെ ഡോക്ടറെ ഇവൾക്ക് ഇങ്ങനെ കാണും ഇടയ്ക്ക് ഫീവറൊക്കെ വരുമ്പോ ഭയങ്കര മഞ്ഞപ്പിത്തത്തിന്റെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവള് അവിടെ തന്നെയുള്ള ഡോക്ടറെ കാണിക്കും. അവൾ തന്നെ ചെക്ക് ചെയ്തിട്ട് അവളെ ഡോക്ടറെ കാണിക്കും. അപ്പൊ ഡോക്ടർ പറയും ഫസ്റ്റ് ഒക്കെ അവൾക്ക് വരുമ്പോ ഡോക്ടർ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ള കുട്ടികൾക്ക് വരും, യൂറിനൊക്കെ വരും, അത് കാരണം പൊക്കോളം പറയും. പിന്നെ അവൾക്ക് ഫീവർ വരുമ്പോ അവൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ കൗണ്ട് കാണിക്കുമ്പോ ഡോക്ടറെ എടുത്തിട്ട് അവള് പോയി പറയും ഇങ്ങനെ. അപ്പൊ ഡോക്ടർ പറയും അത് ചിലവരുടെ ശരീരത്തിൽ ഇതുണ്ട്, അത് ഇയാള് പേടിക്കണ്ട, അത് അങ്ങനെ മഞ്ഞപ്പിത്തത്തിന്റെ ഇതായിട്ട് വരുന്നതല്ല, അത് ഹെപ്പറ്റൈറ്റിസ് ബി അതില് അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പൊ അവളോട് ബ്ലഡ് എന്ത് ചെയ്യാൻ പാടില്ല, ഡൊണേറ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടോ. ആ ബ്ലഡ് വഴി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് അത്. ബ്ലഡ് വഴി സ്പ്രെഡ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഫ്ലൂയിഡ് വഴി അങ്ങനെ റിപ്പീറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും എനിക്കത് ക്ലിക്ക് ചെയ്തില്ല. ഈ ഹെപ്പറ്റൈറ്റിസ് ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ആവുന്നതാണ്. പിന്നെ കുറച്ച് പ്രശ്നം വരുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസേറിനൊക്കെ ചെയ്യില്ലേ, സിസേറിനൊക്കെ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് നമ്മളത് പറയണം. ആൾക്ക് ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അതിങ്ങനെ വരാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറിനോട് പറയണം ഇങ്ങനെ അസുഖം ഉണ്ട്. കാരണം സിസേറിന്റെ സമയത്ത് അമ്മയുടെയും കുട്ടിയുടെയും ബ്ലഡ് ചിലപ്പോൾ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടിയിലേക്ക് ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അവളിപ്പോ പ്രഗ്നന്റ് ആണ് മിസ്സേ. ഇപ്പൊ 6 മാസം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഡോക്ടറോട് അതൊന്ന് പറയണല്ലേ എങ്ങനെ വരുന്നുണ്ടെന്ന്. പറയണം, അത് പറയണേ, എന്തായാലും പറയണം കേട്ടോ. ഓക്കെ. അത് ഇങ്ങനെ ബ്ലഡിൽ വരുന്നതും അങ്ങനെ എന്താണ് ഹെപ്പറ്റൈറ്റിസിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. 2 രീതിയിലാണ് ഇത് മഞ്ഞപ്പിത്തം വരുന്നത്. ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെ, 2 രീതിയിൽ വരുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഇടുക. ടൈം ഇല്ല. എന്താണ് യൂറിനിൽ കൂടെ വരില്ലേ? അതെ, ബോഡി ഫ്ലൂയിഡിലൂടെ വരുന്നതുണ്ട്. അത് നമ്മളിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റ് സ്പ്രെഡ് ആവില്ല. പക്ഷെ ബ്ലഡിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരാൾക്ക് കൂടി സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോ ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് നമ്മളത് നോക്കണം. ഇപ്പൊ ആ കുട്ടിയുടെ കേസിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അത് ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. വന്നിട്ട് പൂർണ്ണമായി മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഇതേപോലത്തെ സിറ്റുവേഷനിൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഡോക്ടറിനോട് പറയണോട്ടോ ചെയ്യും. എന്റെ കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഡോക്ടറെ കാട്ടിക്കുന്നപ്പോ ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്തം ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം, യൂറിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് പനി വിട്ടുമാറാത്ത പോലെ പനി ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടേയിരിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല ഹൈ ടെമ്പറേച്ചറിൽ വരുന്നുണ്ട്? അതെ, 101 ഡിഗ്രി അങ്ങനെയൊക്കെ ആയിരുന്നു. ആണ്. എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ? മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന ടെസ്റ്റ് ചെയ്തോ?
ടെസ്റ്റ് ചെയ്തു. പക്ഷെ മഞ്ഞപ്പിത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ. അത് കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോ യൂറിനറി ഇൻഫെക്ഷൻ മൂലം ഇതേപോലെ പനി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ള പനി യൂറിനറി ഇൻഫെക്ഷന്റെ സമയത്തും വരാനുള്ള ചാൻസ് ഉണ്ട്. അറിഞ്ഞൂടാലോ. യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിലും ഇതേപോലെ ഹൈ ടെമ്പറേച്ചറിൽ പനി വരും. യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നടുവേദന ഉണ്ടാവും, നല്ല നടുവേദന ആയിരിക്കും. നമ്മളിപ്പോ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ പോലും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും ഒരു സിംറ്റം ആയിരിക്കാം. അപ്പൊ ജോണ്ടീസ് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും എടുക്കുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ് ആരാ വൈൻഡപ്പ് ചെയ്യുന്നേ? സൈൻ ഔട്ട് പറയുന്നേ? ഞാൻ സമീക. ഓക്കെ, പറഞ്ഞോളൂ. Good morning to all. First of all, I want to thank Abarna Miss because her teaching inspires me every day and appreciate your guidance and mentorship. And your kindness and compassion make you a fantastic teacher. And your lessons will stay with me for a lifetime. And thank you for being a teacher who truly cares about your student and you make learning an adventure. Before winding up the class, I could like to tell you a small story of two cats and a monkey. Once upon a time, there were two cats. They were good friends. They got a piece of bread. While sharing, they made big and small pieces. So they began to fight for the bigger piece. At the same time, a monkey saw them fighting. The monkey said, I will share it equally. He bit the bigger piece to make it equal again. It bit by other bigger piece to make it equal bit by bit. He ate the whole bread and went away happily. The poor cats lost the bread. Can anyone say what is the moral of the story? Yes. Okay, Yes. come on. Tell. Okay. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. No, sorry. The moral of the story is we must share to learn what we have. Oh, okay. Okay. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you. Thank you, ma'am.